ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് ഒരു തോരൻ ഉണ്ടാക്കിയാലോ. ചക്കക്കുരു, മുട്ട, മുരിങ്ങയില, ഇത് മൂന്നും കൊണ്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല കിഡിലെ ഒരു തോരൻ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോയാലോ. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു തോരനാണ് കേട്ടോ. അപ്പം ഞാനിതെല്ലാം അതവിടെ അരപ്പിനുള്ളത് ചക്കക്കുരു, മുരിങ്ങയില ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരുപാട് സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ചക്കക്കുരുവൊക്കെ തോല് കളഞ്ഞിട്ട് ചെറിയതായിട്ടാണ് കേട്ടോ, നൈസായിട്ട് കീറി എടുത്തിട്ടാണുള്ളത്. നൈസായിട്ടാണ്, വളരെ കനം കുറച്ചിട്ട് കീറി എടുത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കനം കുറച്ചാണ് കീറി എടുത്തിട്ടുള്ളത്. ഇതുപോലെ കീറി അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഈ ചക്കക്കുരു. ഇനി നമുക്ക് മുരിങ്ങയില, ഇത്ര മുരിങ്ങയിലുണ്ട്, നന്നായിട്ട് ഊരിയെടുത്തിട്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കും കേട്ടോ. കഴുകിയിട്ട് വെള്ളമൊക്കെ തോർന്നു പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് കാന്താരി മുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം. ഞാൻ സാധാരണ ഈ തോരന് ചക്കക്കുരു ഒന്ന് വയ്ക്കുമ്പോൾ അങ്ങനെ ഒരുപാട് കുറച്ച് 1-2 കഷ്ണം വെളുത്തുള്ളി എടുക്കാറുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഒരല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് ചക്കക്കുരു ആയതുകൊണ്ടാണ് കുറച്ചധികം ജീരകവും വെളുത്തുള്ളിയും എടുത്തിട്ടുള്ളത്. അപ്പോൾ ചക്കക്കുരു ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് എടുത്തു കേട്ടോ ഈ ചക്കക്കുരു വേകാനായിട്ട്. അത് നന്നായിട്ട് അങ്ങോട്ട് വേകുന്ന ചക്കക്കുരു അല്ല ഇത്. അപ്പോൾ ഏകദേശം ഒന്ന് തിളച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ വെള്ളം, ഇത്രയും വെള്ളം വേണം, ഇത് ആവശ്യത്തിനുള്ള വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം പെട്ടെന്ന് വേകുന്ന ചക്കക്കുരു അല്ലായിരുന്നു. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ചക്കക്കുരുവിനകത്തുള്ള വെള്ളമൊക്കെ, നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് വെന്തോ നമുക്ക് നോക്കണം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് പൊട്ടി കൊണ്ട് പോകേണ്ടത്, ഇതുപോലെ ആയാൽ മതി. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ട ഈ തോരന്. അപ്പം നമുക്ക് ആവശ്യത്തിന് ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിഞ്ഞ് ഇറക്കി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തു. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള മുരിങ്ങയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ചക്കക്കുരുവിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് വളരെ കുറച്ചിപ്പോൾ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് അത് തന്നെ മതിയാവും. അപ്പോൾ തന്നെ ഈ ഇല വെന്തിട്ടുണ്ടാവും. ഇത് 2 മിനിറ്റായി. അപ്പോൾ മുരിങ്ങയില ഇവിടെ വെന്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ഇതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനതിൽ തേങ്ങ കുറച്ച് കൂടുതലാണ് എടുത്തിട്ടുള്ളത്. കാരണം ചക്കക്കുരു, മുരിങ്ങയില ഇതൊക്കെ വയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചക്കക്കുരുവിനാണ് അധികം എടുക്കാറുള്ളത്. മുരിങ്ങയില മാത്രം വയ്ക്കും. പല ഇലവർഗ്ഗങ്ങളൊക്കെ ഒരുപാട് തേങ്ങ അങ്ങനെ ചേർക്കാറില്ല. ഇതിപ്പോൾ ചക്കക്കുരുവും ഇനി മുട്ടയും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനോട് ആവശ്യത്തിനുള്ള
അരപ്പ് വേണം നമുക്ക്. അതുകൊണ്ട് കുറച്ച് തേങ്ങ അധികം എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചേർത്ത് കൊടുത്തു. അരപ്പൊക്കെ വേകാനായിട്ട് ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് മതിയാവും. തുറന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. മുരിങ്ങയിലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കട്ട കെട്ടാതെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കണം. ഈ കട്ടയായിട്ടുള്ള മുരിങ്ങയിലൊക്കെ നമ്മൾ ഇതുപോലെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് വിടർത്തിയിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട, നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. 2 3 മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മാത്രമേ ഇതിലേം ചേർത്തുള്ളൂ. കാരണം കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുമ്പിട്ട് നിൽക്കുക. അതുകൊണ്ട് അത് വേണ്ട. ഇപ്പോൾ ഇതിനകത്ത് മുട്ട ചേർത്തെന്ന് അറിയാനേ പറ്റില്ല. പക്ഷേ അപാര ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മുട്ട ചേർത്തു നമുക്ക് അറിയേയില്ല. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ. എന്തായാലും നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ലതുപോലെ കണ്ടോ, നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. കുഴഞ്ഞു പോയിട്ടുമില്ല. വിടർന്ന് കിടക്കുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചക്കക്കുരു, നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കണം. ചക്കക്കുരു കുഴഞ്ഞു പോകാൻ പാടില്ല. കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് ഒരുവിധം കട്ട കിട്ടുന്ന മാതിരി ഉണ്ടോ, കട്ടയായിട്ട് വരും. അങ്ങനെ വരാൻ പാടില്ല. ചക്കക്കുരു ഇലയും മുട്ടയൊക്കെ വേറെ വേറെ ഇങ്ങനെ കിടന്നിട്ട്, എന്നാലിത് ഇതിനകത്ത് മുട്ട ചേർത്തിട്ടുണ്ടെന്ന് അറിയാനും പറ്റില്ല നമുക്ക്. ആ ഒരു രീതിയിൽ വേണം. ഇതിവിടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നന്നായിട്ട് വേകുന്ന ഒരു ചക്കക്കുരു അല്ലാത്തത് കൊണ്ട് തന്നെ ഇതങ്ങനെ ഒരുപാടായിട്ട് കുഴഞ്ഞു പോയിട്ടില്ല. ഒരുപാട് അങ്ങനെ വേകുന്ന ചില ചക്കക്കുരു ഉണ്ടല്ലോ, നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകുന്ന ചക്കക്കുരു ഉണ്ടല്ലോ, അങ്ങനത്തെ ചക്കക്കുരു അത്ര രസം ഉണ്ടാവില്ല ഇതിന്. കാരണം ചിലപ്പോൾ അത് കുറച്ചൊക്കെ പെട്ടെന്ന് വേകുന്നതാണെന്ന് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടാവും. ഇത് കണ്ടോ, ഇപ്പം ഇതിന്ന് വിടർന്ന് കിടക്കുന്നുണ്ട് ചക്കക്കുരു, ഇതിലേക്കുണ്ട് മാറി മാറി കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ പാകത്തിന്, അല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പാകമായിരുന്നു. അപ്പോൾ ഞാനിത് സ്റ്റൗവിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ നല്ല കിടിലൻ ടേസ്റ്റിൽ നല്ല അടിപൊളി തോരൻ, നമുക്ക് ഒരു സ്വല്പം അച്ചാറുണ്ട്, നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ ഈ ഒരു തോരൻ മാത്രം മതി. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു.